സുധാകരൻ ഒരു പാർട്ടിമാനാണ്. പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനം സുധാകരൻ അംഗീകരിച്ചിട്ടുണ്ട്, ഇനി അംഗീകരിക്കും. സുധാകരൻ വഴക്കിട്ട് പോയതാന്ന് വിശ്വസിക്കുന്നത്. വഴക്കിട്ട് പോയെന്ന് വിശ്വസിക്കുന്നത്. മുൾമുനയിൽ നിർത്തിയിട്ടില്ല. ചുമ്മാ അതൊക്കെ ചുമ്മാ പറയുന്നത്. വഴക്കിട്ട് പോയതല്ലോ സുധാകരൻ. അല്ലല്ല, സുധാകരൻ അവിടെ ചെന്നിട്ട് ഇപ്പോൾ പ്രാദേശിക വികാരമൊക്കെ അനുകൂലമാക്കി പോസ്റ്റ് ഇടുന്നു. കണ്ണൂരിനെ നിങ്ങൾ അത് സുധാകരൻ അറിഞ്ഞിട്ടുണ്ടോ? അത് സുധാകരന്റെ ഭാഷ കണ്ണൂരിനെ മറക്കില്ല. സുധാകരൻ പറയുന്നത് അത്ഭുതമാണ്. കണ്ണൂർ എല്ലാ കാലഘട്ടത്തിലും സുധാകരന്റെ ഹൃദയത്തിലുണ്ട്. അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. മത്സരിക്കണമോ വേണ്ടയോ? അതിവൈകാരികമായിട്ടുള്ള പോസ്റ്റാണ് കണ്ണൂർ രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയത്തിന്റെ ഒപ്പം അക്രമ രാഷ്ട്രീയത്തിൽ തന്റെ അണികളെ ഒപ്പം ചേർത്ത് അടക്കമുള്ള കാര്യങ്ങൾ. കണ്ണൂർ രാഷ്ട്രീയമായി എല്ലാ കാലഘട്ടത്തിലും വൈകാരികമായി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് സുധാകരൻ. എന്നും അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഏത് കാലഘട്ടത്തിലും അദ്ദേഹത്തിന് കണ്ണൂരിനോട് പ്രത്യേക വൈകാരികത ഉണ്ടായിരുന്നു. ആ വൈകാരികത അദ്ദേഹം ഇപ്പോഴും പ്രകടിപ്പിച്ചു കാണും. അതിനേക്കാൾ അപ്പുറത്ത് അതെ അല്ലാതെയും കണ്ണൂർ MP ആകാതിരുന്നപ്പോഴും കണ്ണൂരിൽ അദ്ദേഹം DC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വൈകാരികത ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കണ്ണൂർ ഏതിനെ കുറിച്ചിട്ട് അത് ഓരോരുത്തരുടെ ഇതല്ല, സ്വഭാവമല്ല. എനിക്കിപ്പോ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ വെക്കുന്ന സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട സമയത്തല്ലേ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കേണ്ടത്? സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട സമയമാണ് ഇപ്പൊ. അപ്പൊ ഹൈക്കമാൻഡ് തീരുമാനം പറയും. ഔദ്യോഗികമായി തീരുമാനം അറിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും പിന്നെ മത്സരിക്കണോ വേണ്ടോ എന്നുള്ളത് ഓരോരുത്തർ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. ആഗ്രഹിക്കുന്നത് തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. എല്ലാവരും ഒരുമിച്ചാണ് ഇപ്പോൾ എംപിമാർ ഒന്നിച്ച് സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയുടെ പാർലമെന്റിലാണ്. ഞങ്ങൾ ശക്തമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പാർലമെന്റ്. അല്ല, എംപിമാരെന്ന നിലയിൽ ഡൽഹിയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം പാർലമെന്റിൽ പോയി സമ്മർദ്ദം ഉണ്ടാക്കാതെ ഞങ്ങൾ ആ സമ്മർദ്ദം നടത്തുന്നു. പാർട്ടി തീരുമാനിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.